ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ 10 ഒരു ബ്രേക്കിലേക്ക് നീങ്ങുന്നു. ഈ ബ്രേക്കിന് മുൻപുള്ള എപ്പിസോഡുകളിൽ സംഭവിച്ചത് എന്തെല്ലാം? നിലവിൽ 37 എപ്പിസോഡുകളാണ് ഇതുവരെ ഈ സീസണിൽ സംപ്രേഷണം ചെയ്തിരിക്കുന്നത്. അതിൽ അവസാന 2 എപ്പിസോഡുകൾ മൺസൂൺ ഫെസ്റ്റിവൽ ആയിരുന്നു. മത്സരങ്ങളുടെ ഗണത്തിൽ അവസാന എപ്പിസോഡ് 35-ാം എപ്പിസോഡായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച സംപ്രേഷണം ചെയ്ത 35-ാം എപ്പിസോഡിന്റെ വിശേഷങ്ങൾ ഇങ്ങനെ. മുൻ ആഴ്ചയിൽ നടന്ന സിംഗർ വേഴ്സസ് സിംഫണി റൗണ്ടിന്റെ അവസാന എപ്പിസോഡായിരുന്നു ഇത്. ആകെ 4 പെർഫോമൻസുകളാണ് ഉണ്ടായിരുന്നത്. കോൺവെന്റ് സ്കൂളിനു വേണ്ടി വൈശാഖൻ ഗോൾഡൻ സ്റ്റാർ അഥവാ 100 മാർക്കും, പവിത്ര 99 മാർക്കും നേടി. ഗുരുകുലത്തിന്റെ ദിൽരാജ് ഗോപി 99.5 മാർക്കും സൂര്യനാരായണൻ 99 മാർക്കും നേടി. ഈ എപ്പിസോഡോടുകൂടി ഈ സീസണിലെ 11ാമത്തെ റൗണ്ടും വിജയകരമായി പൂർത്തിയാക്കി. കഴിഞ്ഞ 3 റൗണ്ടുകളായി നിലവിൽ എലിമിനേഷൻ നടന്നിട്ടില്ല. ഒരുപക്ഷെ ഈ എപ്പിസോഡിൽ എലിമിനേഷൻ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അങ്ങനെ ഉണ്ടായില്ല. നിലവിൽ 12 മത്സരാർത്ഥികളാണ് ഷോയിലുള്ളത്. അവസാന 3 റൗണ്ടുകളിൽ മത്സരാർത്ഥികളുടെ പോയിന്റ് നിലകൾ സാരമായ മാറ്റങ്ങൾ പ്രകടമായി. ചിലർ വളരെ മുന്നേറുകയും മറ്റു ചിലർ പോയിന്റ് നിലവാരത്തിൽ താഴേക്ക് പോവുകയും ചെയ്തു. അതുപോലെ ഈ റൗണ്ടിൽ മാത്രം ചിത്ര ചേച്ചി ആരോഗ്യ കാരണങ്ങളാൽ പങ്കെടുത്തില്ല. ഞായറാഴ്ച സ്റ്റാർ സിംഗർ സീസൺ 10 മൺസൂൺ ഫെസ്റ്റിവൽ ടെലികാസ്റ്റ് ചെയ്തു. ലാലേട്ടൻ ഉൾപ്പെടെ പങ്കെടുത്ത ഫെസ്റ്റിവൽ 2 എപ്പിസോഡുകളായാണ് പുറത്തു വന്നത്. ഇതേ ദിവസം തന്നെ ഷോയുടെ മഹാഗുരു KS ചിത്രയുടെ ജന്മദിനം മനോഹരമായി ആഘോഷിച്ചു. 36ാമത്തെ എപ്പിസോഡ് ചിത്രചേച്ചിയുടെ ജന്മദിന ആഘോഷവും 37ാം എപ്പിസോഡ് ലാലേട്ടനെത്തിയ ഫെസ്റ്റിവലിലെ ബാക്കി വിശേഷങ്ങളും ആയിരുന്നു. ആകെ 3 മണിക്കൂറിലധികം സമയം ഞായറാഴ്ചത്തെ സ്പെഷ്യൽ എപ്പിസോഡിന് വേണ്ടി വന്നു. ഇതിൻ്റെ വിശദമായ വിവരണം മറ്റൊരു വീഡിയോയായി ഇതിനു മുൻപ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ബിഗ് ബോസ് കഴിയുന്നതുവരെ സ്റ്റാർ സിംഗർ സീസൺ 10 സംപ്രേഷണം ഉണ്ടായിരിക്കില്ല. പകരം മത്സരാർത്ഥികൾ പ്രേക്ഷകർക്കിടയിലേക്കും മത്സരാർത്ഥികളുടെ നാടുകളിലേക്കും എത്തുന്ന സ്റ്റാർ സിംഗർ ഹോം ടൂർ ആണ് നിലവിൽ ആരംഭിക്കുന്നത്. ഇനി ബിഗ് ബോസ് കഴിയുന്നതുവരെ സ്റ്റാർ സിംഗറിന് വേണ്ടിയുള്ള ഈ കാത്തിരിപ്പിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമൻറ്റ് ചെയ്യൂ.